കോഴിക്കോട്ടേക്കാണ്. അധ്യാപികമാർ പ്രതികളായ വടകര MDMA കേസിലെ അന്വേഷണ സംഘം നിർണായക കണ്ടെത്തലുകളിലേക്ക്. കേസിലെ രണ്ടാം പ്രതിയായ കീർത്തനയാണ് മറ്റു പ്രതികളായ കാവ്യയെയും നിഷ്മയെയും ലഹരി ശൃംഖലയുമായി ബന്ധിപ്പിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ കുര്യാക്കോസിന് നിരവധി MDMA സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും കീർത്തന അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, വളരെ പ്രധാനപ്പെട്ട കേരളത്തെയാകെ ഞടുക്കിയൊരു വാർത്തയാണ് ഈ പറയുന്ന സംഭവം. എന്തായാലും ഇപ്പോൾ എന്തൊക്കെ മൊഴികളാണ് കീർത്തന അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്? പ്രജിത്ത്, 2 ദിവസത്തേക്കാണ് ഈ MDMA കേസിൽ അറസ്റ്റിലായിട്ടുള്ള അധ്യാപികയായ കീർത്തനെ SIT സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ചോദ്യം ചെയ്യലിലാണ് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ കീർത്തനയാണ് ഈ മറ്റ് 2 അധ്യാപകരെയും ഈ ലഹരി സംഘത്തിന് പരിചയപ്പെടുത്തുകയും ഈ കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ കീർത്തനയിൽ നിന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയ കാര്യം, അതായത് ഈ ലഹരി കടത്തിൽ ഈ വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോ ഷിബു എന്ന് പറയുന്ന ഈ ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണി എന്ന് പറയുന്ന ഈ ഷിൻഡോ ഷിബുവിനെ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളതായിരുന്നു. അതിന് കൃത്യമായ ഉത്തരം കീർത്തനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മറ്റൊന്ന്, ഈ കീർത്തന ഈ കേസിലെ മറ്റൊരു കണ്ണിയാണ് ഈ ജിജിൻ കുര്യാക്കോസ്. ഈ ജിജിൻ കുര്യാക്കോസിനും ഈ MDMA കടത്തുമായി ബന്ധം ഏത് രീതിയിലാണ് ജിജിൻ കുര്യാക്കോസിനെ പരിചയപ്പെടുന്നത്, അതിനും കീർത്തനയിൽ നിന്ന് കൃത്യമായ ഉത്തരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഒരു രീതിയിലും ഈ അന്വേഷണത്തോട് കീർത്തന സഹകരിക്കുന്നുണ്ടായിരുന്നില്ല, അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്വേഷണ സംഘത്തോട് നിന്നിരുന്നത്. ഈ ലഹരി സംഘത്തിലെ മറ്റു കണ്ണികളെ കുറിച്ച് പറയാൻ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം നടത്തിയ ചോദ്യം ചെയ്യലാണ് പല നിർണായകമായിട്ടുള്ള വിവരങ്ങളും ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ പ്രധാനമായും കീർത്തനയുടെ അക്കൗണ്ടിലേക്കാണ് ഈ കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 1 വർഷത്തിനിടെ വന്നിട്ടുള്ളത്. ഈ പണം വന്നത് എവിടെ നിന്നാണ്, ഈ പണത്തിന്റെ സോഴ്സ് ആരൊക്കെയാണ്, ഈ പണം അയച്ചവരിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ കീർത്തനയെ ഈ കേസിലേക്ക് ബന്ധപ്പെടുത്തിയത് ആരാണ്, ആ ചോദ്യത്തിനുള്ള നിർണായകമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് കീർത്തനയെ വാങ്ങിയത്. ഉടൻ തന്നെ ഇന്ന് കീർത്തനയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോ ഷിബുവിനെ ഈ കേസിൽ അറസ്റ്റിലാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഷിൻഡോ ഷിബു ഇപ്പോഴും ഒളിവിലാണ്. ഈ കീർത്തനയെയും മറ്റ് അധ്യാപകരെയും ഒക്കെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളത് ഈ സംസ്ഥാനത്തേക്ക് ലഹരി കടത്തുന്നതിലെ മുഖ്യ കണ്ണി ഈ ഷിൻഡോ ആണ് എന്ന് ഈ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഈ ഘട്ടത്തിൽ പോലും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ അന്വേഷണം ഈ പകുതി വച്ച് നിന്ന് പോകുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ഷിൻഡോയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കാൻ. അപ്പോൾ മാത്രമേ അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ. പ്രജിത്ത്.